ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലബ്ബൗസ് എന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. എന്താണ് ക്ലബ്ബൗസ്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ത്യൻ വംശജനായ രോഹൻ സിത്തും അമേരിക്കൻ വംശജനായ പോൾ ഡേവിഡ്സണും ആണ് ക്ലബ്ബൗസിൻ്റെ ഫൗണ്ടേഴ്സ്. 2020 ലോഞ്ച് ചെയ്ത ഈ ആപ്ലിക്കേഷൻ iOSൽ, അതായത് ആപ്പിൾ യൂസേഴ്സിന് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. 2021 മെയ്യിലാണ് ആൻഡ്രോയിഡിൽ ഇതിൻ്റെ ബീറ്റ വേർഷൻ ഇറങ്ങുന്നത്. ഇതൊരു ഇൻവൈറ്റ് ഓൺലി ആപ്ലിക്കേഷനാണ്. അതായത് നമ്മുടെ സുഹൃത്തുക്കളോ മറ്റോ ക്ലബ്ബൗസ് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആളുകൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്താണ് ക്ലബ്ബൗസ് എന്ന് നോക്കാം. ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് പോലെ തന്നെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ക്ലബ്ബൗസ്. മറ്റ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇതിൽ ഓഡിയോ ചാറ്റിംഗ് മാത്രമേ നടക്കുകയുള്ളൂ, അതും ലൈവായി. മറ്റു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളെ പോലെ ഇമേജ്, വീഡിയോയോ മറ്റോ നമുക്ക് ഇതിൽ സെൻഡ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ സാധിക്കുന്നതല്ല. ചർച്ചകളും സംവാദങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ആപ്ലിക്കേഷനാണ് ക്ലബ്ബൗസ്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷനും ഇത് തന്നെയാണ്. നമുക്ക് ഒരു പറ്റം ആളുകൾക്ക് വട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ചാറ്റ് റൂംസുകൾ ഇതിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് ഇതിനെ തരംതിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം. ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി ക്ലബ്ബൗസ് എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യുക. ക്ലബ്ബൗസ് ഡ്രോപ്പ് ഇൻ ഓഡിയോ എന്ന പേരിലായിരിക്കും ഈ ആപ്പ് കാണുന്നത്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്താൽ നമുക്ക് ഒരു വെൽക്കം സ്ക്രീൻ വരുന്നതായിരിക്കും. സ്ക്രീൻ അടിയിലായി ഗെറ്റ് യുവർ യൂസർ നെയിം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സ്ക്രീൻ തുറന്നു വരുന്നതാണ്. അതിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു 4 അക്ക OTP നമ്പർ വരുന്നതായിരിക്കും. അത് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങളുടെ പേരും പേരിൻ്റെ ഇനീഷ്യലും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ യൂസർ നെയിം തിരഞ്ഞെടുക്കാനുള്ള പേജ് ഓപ്പൺ ആവുന്നതാണ്. അതിൽ സ്റ്റാർട്ടിംഗ് ആയി നിങ്ങളുടെ പേര് വെച്ച് ഒരു യൂണീക്ക് യൂസർ നെയിം തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യൂസർ നെയിം അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത യൂസർ നെയിം അവൈലബിൾ അല്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു എറർ മെസ്സേജ് മുകളിൽ കാണാവുന്നതാണ്. അപ്പോൾ യൂസർ നെയിമിൽ മാറ്റങ്ങൾ വരുത്തി വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂസർ നെയിം ഓക്കെ ആണെങ്കിൽ അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം ഞങ്ങൾ റിസർവ് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ട് റെഡി ആവുമ്പോൾ മൊബൈലിലേക്ക് ടെക്സ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഞാൻ ഓൾറെഡി എൻ്റെ പേഴ്സണൽ മൊബൈലിൽ നിന്നും ഈ പ്രൊഫൈലിലേക്ക് ഒരു ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊഫൈലിൽ ഇതിൽ ആക്ടിവേറ്റായി കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇനി അടിയിലുള്ള സെറ്റ് പ്രൊഫൈൽ എന്ന ബട്ടണിൽ അമർത്തിയാൽ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വിസിബിൾ ആവുന്നതാണ്. അതിൽ ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ ലൈവായി ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാലറിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഫോട്ടോകളിൽ നിന്ന് സെലക്ട് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ഞാനിവിടെ ഗ്യാലറിയിൽ നിന്നും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ ഫോണിലെ ഗ്യാലറി ഓപ്പൺ ആയി വന്നാൽ ആ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ കറക്റ്റ് അളവിലാക്കി ക്രോപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ സെലക്ട് ആവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇൻട്രസ്റ്റുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആവുന്നതാണ്. ഇതിൽ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ അത് നമ്മൾക്ക് അതിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഫൈൻഡ് പീപ്പിൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അലോ ക്ലബ് ഹൗസ് ആക്സസ് യുവർ കോൺടാക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മെസ്സേജ് വരുന്നതാണ്. അതിൽ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഉള്ള കോൺടാക്ട്സുകളിൽ ആരൊക്കെ ക്ലബ് ഹൗസ് യൂസ് ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ നമ്പറുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓൾറെഡി നമ്മുടെ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള കോൺടാക്ട്സുകൾ ഒക്കെ ഫോളോ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഓൺ ആയിട്ടായിരിക്കും സ്ക്രീനിൽ തെളിയുന്നത്. നമുക്ക് വേണമെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായി നമുക്ക് ആവശ്യമുള്ള നമ്പറുകൾ ഫോളോ ചെയ്യാനും സാധിക്കുന്നതാണ്. ഞാനിതിൽ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്ലബ്ബൗസ് ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ചാറ്റ് ഗ്രൂപ്പുകൾ കാണാവുന്നതാണ്. ക്ലബ്ബൗസ് ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മലയാളം ക്ലബ്ബൗസ് ഗ്രൂപ്പുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുകളിലായി സി വാട്ട്സ് ന്യൂ എന്ന പറഞ്ഞുകൊണ്ട് ഒരു ഗ്രീൻ ടാഗിൽ ഒരു ബട്ടൺ ഓപ്ഷൻ കാണാവുന്നതാണ്.
ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്ലബ് ഹൗസിലെ പുതിയ അപ്ഡേറ്റ്സുകളെക്കുറിച്ചും എന്തൊക്കെയാണ് പുതിയതായി ക്ലബ് ഹൗസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ചും ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഗ്രൂപ്പുകളിൽ കയറി ആ ചർച്ചകളിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ വിദേശ വിദ്യാഭ്യാസവും സാധ്യതകളും തെറ്റിദ്ധാരണകളും എന്നുള്ള ഒരു ഗ്രൂപ്പിൽ എൻ്റർ ചെയ്യുകയാണ്. ഇവിടെ ഈ വിഷയത്തെക്കുറിച്ച് ഉള്ള ചർച്ചകൾ നടക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ സ്പെഷ്യാലിറ്റി കുറേ ഉണ്ട്. ഇനിയിപ്പോ മോൻ ഇതൊന്നും അല്ല ഡയറക്റ്റ് തന്നെ പഠിക്കാൻ പോകണമെങ്കിൽ കുറച്ച് നല്ലൊരു രാജ്യം, അതായത് ഫ്രഷേഴ്സിന് കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുന്നത് അയർലൻഡ് ആണ്. അയർലൻഡിലെ ലിമറിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ്, വിത്ത് സ്കോളർഷിപ്പ് അടക്കം പഠിക്കാം. 1.5 വർഷത്തെ മോനോ സോഷ്യോളജിയിൽ ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ ഗൈനക്കോളജിയിൽ ചെയ്യാം, ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗിൽ ചെയ്യാം, ആംബുലൻസ് സർവീസിൽ ചെയ്യാം. ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ജിറിയാട്രിക്സ് ആയിട്ടുള്ള കോഴ്സുകൾക്കാണ് അയർലൻഡിൽ. ഇതുപോലെ ഉപകാരപ്രദമായ ഒരുപാട് ഗ്രൂപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഗ്രൂപ്പുകൾ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യുകയും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം. എല്ലാ ഗ്രൂപ്പിലും 3 തരത്തിലുള്ള അംഗങ്ങളാണ് സാധാരണ ഉണ്ടാവാറ്. 1 മോഡറേറ്റേഴ്സ്, 2 സ്പീക്കേഴ്സ്, 3 ലിസണേഴ്സ്. മോഡറേറ്റേഴ്സ് ആയിരിക്കും ഈ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത്. ആർക്കൊക്കെ സംസാരിക്കാം, ആരെയൊക്കെ ആഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് മോഡറേറ്റേഴ്സാണ്. സ്പീക്കേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പീക്കേഴ്സിനെ ഈ ചർച്ചയിൽ അഭിപ്രായങ്ങൾ പറയാനും ലൈവായി ചർച്ചയിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നതാണ്. ഏതൊരു പ്രൈവറ്റ് ഗ്രൂപ്പിലും നമ്മൾ ആദ്യമായിട്ട് കയറുമ്പോൾ ലിസണേഴ്സായിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പിൽ നടക്കുന്ന സംവാദങ്ങൾ കുറിച്ച് കേൾക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയണമെങ്കിലോ താഴെ കാണുന്ന ഹാൻഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ റൈസ് ഹാൻഡ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷനും നെവർ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഓപ്ഷനും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ നെവർ മൈൻഡിൽ ക്ലിക്ക് ചെയ്താൽ ആ മെസ്സേജ് ബോക്സ് ക്ലോസ് ആയി പോകുന്നതാണ്. റൈസ് ഹാൻഡിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന മോഡറേറ്റേഴ്സിനെ നിങ്ങൾക്ക് സംസാരിക്കണം എന്നറിയിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് പോകുന്നതായിരിക്കും. അവർ അനുവദിച്ചാൽ നമുക്ക് അവിടെ സംസാരിക്കാനുള്ള മൈക്ക് ആക്ടിവേറ്റ് ആയി വരുന്നതായിരിക്കും. അത് ഓണാക്കിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൽ പറയാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇനി ഈ ഗ്രൂപ്പിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ ലീവ് ക്വയറ്റ്ലി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബട്ടണിൽ അമർത്തിയാൽ ഈ ഗ്രൂപ്പിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു പോകാവുന്നതാണ്. ഇതുപോലെ ഉപകാരപ്രദമായ ഒരുപാട് ഗ്രൂപ്പുകൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഒരുപാട് സെലിബ്രിറ്റികളും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരുമായി നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പിലൂടെ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ ഒരു ചാറ്റ് റൂം ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം. സ്ക്രീനിൻ്റെ അടിയിലായി ചാറ്റ് റൂം എന്ന ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്ക്രീനിൽ 3 ഓപ്ഷനുകൾ വിസിബിളായി കാണാവുന്നതാണ്. ഓപ്പൺ, സോഷ്യൽ, ക്ലോസ്ഡ് എന്നിവയാണവ. ഓപ്പൺ ചാറ്റ് റൂം ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ചാറ്റ് റൂമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി സോഷ്യൽ ചാറ്റ് റൂമാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കും മാത്രമേ ഈ ചാറ്റ് റൂമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ടുള്ളത് ക്ലോസ്ഡ് ചാറ്റ് റൂമാണ്. നിങ്ങൾ സെലക്ട് ചെയ്ത ആളുകൾക്ക് മാത്രമേ ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു ക്ലോസ്ഡ് ചാറ്റ് റൂമാണ്. അതിനാൽ പുറമേ നിന്ന് മറ്റാർക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസ് പരിചയപ്പെടാം. വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്തതുകൊണ്ട് തന്നെ അധികം ഓപ്ഷനുകളൊന്നും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. നമ്മുടെ മെയിൻ സ്ക്രീനിൻ്റെ മുകളിലായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 4 ഐക്കൺസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഇൻവിറ്റേഷൻ ഐക്കണാണ്. ഇത് നമുക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ്. നിങ്ങളുടെ കോൺടാക്ട്സിലുള്ള നമ്പറുകൾക്കോ അല്ലെങ്കിൽ മറ്റു നമ്പറുകൾക്കോ നമുക്ക് ഇതിലൂടെ ഇൻവിറ്റേഷൻ അയക്കാവുന്നതാണ്. നിലവിലുള്ള അപ്ഡേറ്റ്സ് അനുസരിച്ച് ഒരാൾക്ക് 7 ആളുകളെ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമതായി നമുക്ക് ഒരു കലണ്ടർ ഐക്കൺ കാണാവുന്നതാണ്. ഇതിൽ നമുക്ക് വരാൻ പോകുന്ന ഇവൻറ്റ്സുകളെ കുറിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ കാണാവുന്നതാണ്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ നമുക്ക് ഇവൻറ്റ്സുകൾ നടക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ ലഭിക്കുന്നതാണ്. മൂന്നാമതായി നമുക്കൊരു ബെൽ ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നാലാമതായിട്ടുള്ളത് നമ്മുടെ പ്രൊഫൈൽ ഐക്കണാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസും മറ്റ് സോഷ്യൽ മീഡിയ ലിങ്ക്സും ആഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. മറ്റുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളെ പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയ്ക്കും അതിൻ്റേതായ ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഉപയോഗിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ ഇൻഫോർമാറ്റിക്സ് വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങളുടെ മൊബൈൽ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്